empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ലോത്തിന്റെ 2 പെൺമക്കളെ കുറിച്ചായിരുന്നു. എപ്രകാരമാണ് തങ്ങളായിരുന്ന തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, തങ്ങളുടെ കൂട്ടുകെട്ടുകൾ, തങ്ങൾ ഇടപഴകുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ അതെപ്രകാരമാണ് തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്ന് ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇതേക്കുറിച്ച് സങ്കീർത്തകനായ ദാവീദിനും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനം 7-ാം തിരുവാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദാവീദ് രാജാവ് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, ഈ തലമുറയിൽ നിന്ന്, ഈ തലമുറയുടെ വക്രതയിൽ നിന്ന്, ദുഷ്ടമായ തലമുറയുടെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് 1-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാനെന്ന്. എപ്രകാരമാണ് ഈ കൂട്ടർ അവരുടെ ആത്മാവിനെ നാശത്തിലേക്ക് എത്തിക്കുക എന്ന് ദാവീദ് രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. ലോത്തിന്റെ മക്കളും ഇത് തന്നെയല്ലേ നമ്മോട് പറയുന്നത്? ആ ഒരു ചീത്ത കൂട്ടുകെട്ട്, ദുഷ്ടതയുടെ കൂട്ടുകെട്ടിലായിരുന്നപ്പോൾ അവരുടെ ജീവിതം ദുഷ്ടതയിലേക്ക്, തിന്മയിലേക്ക്, പാപത്തിലേക്ക് നീങ്ങിയതായി നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ, കർത്താവിനോട് അപേക്ഷിക്കാം, നമ്മെ ഈ തലമുറയുടെ ദുഷ്ടതയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, പാപ സ്വാധീനത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി, അഭിഷേകത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. അഗ്നി അഭിഷേകത്താല് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ തലമുറയിൽ നിന്ന്, ഈ തലമുറയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ദൂരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. വീണ്ടും ഒരു പെന്തക്കോസ്ത ഞങ്ങൾ കേൾക്കണേ, വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പാവന റൂഹായി. വീണ്ടും ഒരു പെന്തക്കോസ്ത ഞങ്ങൾ കേൾക്കണേ, വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പാവന റൂഹായി. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. പുതിയ കൃപകളാല്, പുതിയ അഭിഷേകത്താല് പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ലോകത്തിൽ നിന്ന് വേർപാട് സ്വീകരിക്കുവാൻ, ലോകത്തിന്റെ തിന്മയുടെ അരൂപയിൽ നിന്ന് വേർപാട് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ, ദൈവരാജ്യം മുന്നിൽ കണ്ടു യാത്ര ചെയ്തിടാൻ. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ, ദൈവരാജ്യം മുന്നിൽ കണ്ടു യാത്ര ചെയ്തിടാൻ. അഭിഷേകം ചെയ്യണേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദൈവരാജ്യ പ്രജയാകുവാൻ, ദൈവരാജ്യത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ, ലോകത്തിൽ നിന്ന് ലോകമോഹങ്ങളിൽ നിന്നും വേർപാട് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, ലോകത്തിൽ നിന്നും പരിപൂർണമായ ഒരു വേർപാട് സ്വീകരിച്ച് കർത്താവിൻ്റെ കൃപയിൽ മാത്രം ജീവിച്ചു മുന്നേറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ നൽകിയ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ, ആ ഒരു ലോകത്തോടുള്ള വേർപാടിൽ ജീവിക്കുവാൻ, ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള വേർപാടിൽ ജീവിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈ ഒരു കൃപയിൽ മുന്നേറുവാനായിട്ട്, ലോകത്തിൽ നിന്നും വേർപാട് സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാൻ യോസേപ്പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ലോത്തിൻ്റെ 2 പെൺമക്കളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടു, അവർ തങ്ങളുടെ അപ്പനോടൊപ്പം അവിടെ മലയിൽ ഒരു ചെറിയ ഗുഹയിലേക്ക് താമസം മാറ്റുകയാണ്. അവർ അവിടെയാണ്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്, എങ്കിലും നമുക്കൊരിക്കൽ കൂടി ആ തിരുവചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം, അവിടെ 31-ാം തിരുവാക്യം. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, ലോകനടപ്പനുസരിച്ച് നമ്മോടൊത്ത് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. ഇവിടെ ആ 2 പെൺമക്കളും പരസ്പരം ഒത്തിരിയേറെ പ്ലാനുകൾ ഇടുകയാണ്. അവർ പരസ്പരം സംസാരിച്ച് തങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ സാധ്യതകളുടെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോക നടപ്പനുസരിച്ച് തങ്ങൾക്കിനി ഒരു ഭാവിയില്ല എന്ന് സ്വയം അവർ തീർപ്പ് വരുത്തുകയാണ്. തങ്ങളുടെ അപ്പന് പ്രായമായി, തങ്ങളെ നോക്കാനായിട്ട് അപ്പന് അതിനുള്ള ശേഷിയില്ല, ലോക നടപ്പനുസരിച്ച് തങ്ങൾക്ക് വിവാഹം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, തങ്ങളുടെ സന്താന പരമ്പര നിലനിർത്താൻ ഇനി യാതൊരു സാധ്യതയുമില്ല എന്ന് അവർ പരസ്പരം അങ്ങ് തീരുമാനിക്കുകയാണ്. അതിനനുസരിച്ച് അവർ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ മുൻപിൽ കർത്താവ് തുറന്ന മാർഗങ്ങൾ, അവരെ നടത്തിയ വിധങ്ങളൊക്കെ ഭയങ്കര അതിശയകരമായ വിധങ്ങളായിരുന്നു. എന്നാൽ അവർ അതെല്ലാം മറന്ന് തങ്ങളുടേതായ ഒരു പാത അവർ തിരഞ്ഞെടുക്കുകയാണ്. അവരുടെ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വലിയ ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ അനുദിനം എന്ന പോലെ നമുക്ക് തിരഞ്ഞെടുപ്പുകൾ ചെയ്യേണ്ടതായിട്ട് വരും, ചോയ്സസ് തീരുമാനിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ തിരഞ്ഞെടുപ്പുകളുടെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ലോത്തിന്റെ മക്കളുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിച്ചം വീശുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു. തങ്ങളുടെ ഭാവി തീർത്തും അന്ധകാരത്തിലാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ഭാവിയിലേക്കാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് മാത്രമാണ് അവരുടെ കണ്ണുകൾ പോയത്. തങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അപ്പന് ഇനി സാധിക്കത്തില്ല, അപ്പന് പ്രായമേറെയായി. തങ്ങളെ വിവാഹം കഴിച്ച് തങ്ങൾക്ക് സന്താനങ്ങളെ നൽകാൻ ഒരു പുരുഷൻ കടന്നു വരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അവർ സ്വയം എടുത്ത ഒരു തീരുമാനത്തിലേക്ക്, അവരുടേതായ ഒരു ചോയ്സിലേക്ക് അവർ കടന്നു പോവുകയാണ്. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് ഉന്മത്തനാക്കി അപ്പനോട് കൂടി അവർ പാപം ചെയ്യുകയാ. 36-ാം തിരുവാക്യത്തിൽ അതിന്റെ ഫലം എന്തായി തീർന്നുവെന്ന് കർത്താവിന്റെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി അവരുടേതായ ഒരു ചോയ്സ്, അവരുടേതായ ഒരു തീരുമാനം, അതിൻ്റെ ഫലമായിരുന്നു, അതിൻ്റെ റിസൾട്ടായിരുന്നു ആ മക്കൾ, ആ 2 പെൺമക്കളും അവരുടെ അപ്പനിൽ നിന്ന് ഗർഭിണികളായി തീരുകയാണ്. 37-38 തിരുവാക്യങ്ങൾ
വലിയൊരു സത്യത്തിലേക്ക് അവിടെ വെളിച്ചം വീശുന്നത്. തിരുവചനം എന്താ പറയുന്നത്? മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊവാബ് എന്നവന് പേരിട്ടു. ഇന്നുവരെയുണ്ടായിട്ടുള്ള മൊവാബിരുടെയെല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു, ബെൻ അമ്മി എന്നവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെയെല്ലാം പിതാവാണ് അവൻ. ഇവിടെ 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണ് ആ 2 പെൺകുഞ്ഞുങ്ങളും. ഒന്നാമൻ മൊവാബ്, രണ്ടാമൻ ബെൻ അമ്മി. അങ്ങനെ മൊവാബ്യരും അമ്മോന്യരും ഈ ഭൂമുഖത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ വർഷങ്ങളോളം ഉപദ്രവിച്ച കൂട്ടരായിരുന്നു അമ്മോന്യരും മൊവാബ്യരും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇവരിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ തന്നെയല്ല, ഇസ്രായേൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിൽ ഈ 2 കൂട്ടർക്കും വലിയ പങ്കുണ്ടായിരുന്നു. പലപ്പോഴും വിഗ്രഹ ആരാധനയിലേക്ക്, നരബലികളിലേക്ക്, കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുന്നതിലേക്കൊക്കെ ഇസ്രായേലിനെ കൊണ്ടുപോകുന്നത് മൊവാബ്യരോ അമ്മോന്യരോ ആണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെല്ലാം ഇവരുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന് വരെ വലിയ ഭീഷണിയായി തീർന്ന, അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ ജനനമായിരുന്നു അവിടെ സംഭവിച്ചത്. എവിടെ നിന്നായിരുന്നു ആ 2 കൂട്ടരുടെയും ഉത്ഭവം? അവരുടെ സ്വന്തം തീരുമാനത്തിൽ നിന്ന്, കർത്താവിൽ ആശ്രയിക്കാതെ, കർത്താവിനോട് ചോദിക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഉണ്ടായ വലിയൊരു വിപത്തായിരുന്നു മൊവാബ്യരും അമ്മോന്യരും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് തന്നെ അവരെക്കുറിച്ച് ഇസ്രായേലിനൊരു താക്കീത് നൽകുന്നുണ്ട്. 23-ാം അധ്യായം 3-4 തിരുവാക്യങ്ങൾ. അമ്മോന്യരോ മൊവാബിരോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. ഇവിടെ കർത്താവ് അമ്മോന്യർക്കും മൊവാബ്യർക്കും എതിരെ കർശനമായ താക്കീതാണ് ഇസ്രായേൽ സമൂഹത്തിന് കൊടുക്കുന്നത്. അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, പുറപ്പാടിന്റെ ആ ഒരു സമയം മുതൽ തന്നെ, അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ഈ കൂട്ടരിൽ നിന്ന് ഒത്തിരിയേറെ ഭീഷണികളെ നേരിടേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് കർശനമായിട്ട് ഇസ്രായേൽക്കാരുമായുള്ള അവരുടെ കൂടിച്ചേരലിനെ കർശനമായി വിമർശിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ഒക്കെ ആരംഭം നമ്മൾ കണ്ടു. അവരുടെ തെറ്റായ ഒരു തീരുമാനം, തെറ്റായ ഒരു ചോയ്സിൽ നിന്നാണ് ഈ ഒരു ജനത രൂപം പ്രാപിക്കുന്നത്. മൊവാബും ബെൻ അമ്മിയും അവർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ കാണുകയുണ്ടായി. അവരുടെ ആ തെറ്റായ ഒരു തീരുമാനം, അവരുടെ ആ ചോയ്സ്, അത് അവർക്ക് തെറ്റിപ്പോയി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചോയ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് നമ്മുടെ കർത്താവ് നമുക്ക് പരിപൂർണമായും വിട്ടു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പുകളിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധ പുലർത്തണമെന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ തന്നെ വലിയ വിപത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നെത്തുക. നിയമാവർത്തന പുസ്തകത്തിലേക്കും തന്നെ നമുക്ക് കടന്നു വരാം. അവിടെ 30-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? ജീവനും മരണവും, ജീവനും മരണവും, അനുഗ്രഹവും ശാപവും, അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന്, ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന്, ആകാശത്തെയും ഭൂമിയെയും, ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. കർത്താവ് ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിയ പറയുന്നേ ഈ പറഞ്ഞ കാര്യമെല്ലാം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും, അത് നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങളാണ്. അതിലേതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളാണ് ഇതിലേതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്ന് തീരുമാനിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം ശ്രദ്ധയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ലോത്തിന്റെ പുത്രിമാർ ഇന്ന് നമുക്ക് നേരെ കാണിച്ചു തരികയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 7-ാം അധ്യായം അവിടെ 13-ഉം 14-ഉം തിരുവാക്യങ്ങൾ, തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുകയാ. എന്താ തിരുവചനം പറയുന്നത്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ
വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നുപോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഇവിടെ കർത്താവ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. വിശാലമായ പാതയുമുണ്ട്, ഇടുങ്ങിയ പാതയുമുണ്ട്. ഇടുങ്ങിയ പാത തിരഞ്ഞെടുക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല. അതുകൊണ്ടാണ് ഇവിടെ ലോത്തിന്റെ മക്കൾ വിശാലമായ തെറ്റായ പാത കണ്ടപ്പോൾ അവർ ആ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇടുങ്ങിയ വഴി അവർക്കുണ്ടായിരുന്നു, എന്നാൽ അവർ അതിനെ കണ്ടില്ലെന്ന് നടിച്ച് വിശാലമായ വഴിയെ പോവുകയാ. അങ്ങനെ തന്നെയാണ് ഏറിയ പങ്ക് ആൾക്കാരും എന്ന കർത്താവ് തന്നെ പറയുന്നേ. വിശാലമായ വഴിയെ തിരഞ്ഞെടുക്കുന്നവർ അധികമാണെന്നാ പറയുന്നേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇടുങ്ങിയ വാതിൽ ബുദ്ധിമുട്ടേറിയതാണ്, എങ്കിലും അതിലേ പോകാനായിട്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും പറയുകയാണ്. നമുക്കെപ്പോഴും ഈ തിരഞ്ഞെടുപ്പുണ്ട്. ഇടുങ്ങിയ പാതയും വിശാലമായ പാതയും നമ്മുടെ മുൻപിലുണ്ട്. എപ്പോഴും തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാഗത്ത് നിന്നാണ്. സുഭാഷിത പുസ്തകങ്ങളിൽ നമുക്കൊരു താക്കീത് നൽകുന്നുണ്ട്. സുഭാഷിത പുസ്തകങ്ങൾ 14 അധ്യായം 12 വാക്യവും 16 അധ്യായം 25 തിരുവാക്യവും ഒരേ കാര്യമാണ് നമ്മോട് പറയുന്നത്. അവിടെ തിരുവചനം എന്താ പറയുന്നത്? ശരിയെന്ന് തോന്നുന്ന വഴി, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ചിലപ്പോൾ മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നതാകാം എന്നാ ഇവിടെ ലേഖകൻ പറയുന്നത്. ശരിയെന്ന് നമുക്ക് തോന്നുന്ന വഴി. വിശാലമായ വഴിയുണ്ട്, ഇടുങ്ങിയ വഴിയുണ്ട്. തെരഞ്ഞെടുപ്പ് വരിക ഏറിയ പങ്കും വിശാലമായ വഴിയിലേക്കാണ്. ആ വിശാലമായ വഴി, നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി, അത് മരണത്തിലേക്ക് നയിക്കുന്നതാകാമെന്ന് തിരുവചനം പറയുകയാ. തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഒന്ന് ചിന്തിച്ച്, കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനായിട്ട്, ചോയ്സസ് എടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരിയേറെ ശ്രദ്ധയുള്ളവരായിട്ട് വേണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകാൻ എന്ന തിരുവചനം പറയുന്നത്. സുഭാഷിത പുസ്തകങ്ങളിൽ 3 അധ്യായം 5, 6 തിരുവാക്യങ്ങൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് തന്നെയാ പറയുന്നത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. വഴി തെളിച്ചു തരും. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതെ ദൈവവിചാരത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് വഴി തെളിച്ചു തരുമെന്ന തിരുവചനം പറയുന്നത്. വാഗ്ദാനം ചെയ്ത കർത്താവ് വെറുതെ വാക്ക് പറഞ്ഞിട്ട് പോകുന്നവനല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് വഴി തെളിച്ച് തരിക തന്നെ ചെയ്യും. ഇവിടെ ലോത്തിന്റെ മക്കൾ അവർ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുണ്ടായത്. അപ്പോൾ സ്വയം തെളിച്ച വഴിയെ അവർ പോയത്. അത് അവർക്ക് വലിയ വിനാശത്തിന് കാരണമായി തീർന്നു എന്ന് നമ്മൾ കണ്ടു. വീണ്ടും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇതേ താക്കീത് നമുക്ക് നൽകുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്കും കൂടി ഒന്ന് കടന്നു വരാം. അവിടെ 31 അധ്യായം 1 തിരുവാക്യം. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഇവിടെ കർത്താവ് ദുരിതം എന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കാതെ, കർത്താവിനോട് ആലോചന ചോദിക്കാതെ ഈജിപ്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ സാധ്യതകളിലേക്ക്, സഹായങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ദുരിതം എന്നാ കർത്താവ് പറയുന്നത്. ഇതല്ലേ നമ്മൾ കണ്ടത്? നമ്മൾ പറഞ്ഞു, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചപ്പോൾ സഹായത്തിനായിട്ട് ഈജിപ്തിലേക്ക് പോയ ഒരു അവസരം അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 10 തിരുവാക്യം എന്താ പറയുന്നത്? അവിടെ ഒരു ക്ഷാമമുണ്ടായി. അവിടെ അബ്രാഹം ആയിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്നു കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ഇവിടെ ആ ഒരു സഹായം തേടി കർത്താവിനോട് എപ്പോഴും ആലോചന ചോദിച്ചിരുന്ന ഒരുവനായിരുന്നു അബ്രാഹാം. എപ്പോഴും കർത്താവിന് ബലികൾ അർപ്പിച്ച്
കർത്താവിനോട് പ്രാർത്ഥിച്ച് നടന്നിരുന്ന അബ്രാഹാം വലിയ ക്ഷാമം വന്നപ്പോൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചെന്ന പോലെ ഈജിപ്തിലേക്ക് പോവുകയാണ്. സഹായത്തിനായിട്ട് ഈജിപ്തിലേക്ക് പോയി. അവിടെ നമുക്കറിയാം പല കാര്യങ്ങളും സംഭവിച്ചു. എന്നാൽ 16-ാം അധ്യായം 1-ാം തിരുവാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. ഈ ഹാഗാർ ഇവരോട് കൂടെ എപ്പോഴാ കടന്നു വന്നേ? അബ്രാഹാം സഹായത്തിനു വേണ്ടി ഈജിപ്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പോരുന്ന അവസ്ഥയിലാണ് ഹാഗാർ ഇവരുടെ കൂടെ കൂടുന്നത്. ഹാഗാറിലൂടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇസ്മായേൽ എന്ന കുഞ്ഞ് അവിടെ ഉണ്ടാവുകയാണ്. ഇതുപോലെ ഈ മൊവാബ്യരും അമ്മോന്യരും എന്നതുപോലെ ഒരു സംഭവമാണ് അവിടെയും സംഭവിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും കർത്താവിൽ ആശ്രയിച്ചു വേണമെന്ന് തിരുവചനം ആവർത്തിച്ച് പറയുകയാണ്. കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോഴാണ് കർത്താവിലേക്ക് തീരുമാനങ്ങൾ ചോദിക്കുവാനുള്ള ഒരു തുറവി നമുക്ക് സാധിക്കുക. സങ്കീർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 33-ാം അധ്യായം 18-ാം തിരുവാക്യം എന്താ പറയുന്നത്? ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. തന്നെ ഭയപ്പെടുന്നവരെ, തൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവ് അവരെ വഴി നടത്തുന്നു എന്ന് സങ്കീർത്തകൻ ഉറപ്പിച്ച് പറയുകയാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പൂർവ്വ ജോസഫ്. എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ദുരിതങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ പൂർവ്വ ജോസഫ് കടന്നുപോയി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ജോസഫ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പോത്തിഫറിന്റെ ഭാര്യ അവിടെ ജോസഫിന്റെ അടുക്കൽ വന്ന് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ജോസഫിന്റെ ചോയ്സ് അതെന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 39-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിന്റെ 3-ാം ഭാഗത്ത് ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ തിരുവചനം പറഞ്ഞു തരുന്നത്? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഇവിടെ ജോസഫിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അനുസരിച്ച് ചെയ്താൽ, ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവന്റെ ഭാവി മാനുഷികമായി പറഞ്ഞാൽ സെക്യൂർ ആയിരുന്നു. എന്നാൽ ജോസഫിന്റെ ചോയ്സ്, ജോസഫ് എടുത്ത തീരുമാനം അതെന്തായിരുന്നു? ഇത്ര നീചമായി തെറ്റായി പ്രവർത്തിച്ച് കർത്താവിനെതിരെ എങ്ങനെയാണ് എനിക്ക് പാപം ചെയ്യാൻ സാധിക്കുക എന്ന പറഞ്ഞേ. തൊട്ടടുത്ത വാക്യത്തിൽ ജോസഫ് തുടരുകയാണ്, അനുദിനം അവൾ പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഇരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. എത്രമാത്രം നിർബന്ധിച്ചെങ്കിലും ജോസഫ് തെറ്റിലേക്ക് പോകുന്നതായിട്ട്, ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവന് ഒത്തിരിയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. ഈജിപ്തിലെ വലിയ സ്ഥാനങ്ങളിലേക്ക് അവന് കയറാമായിരുന്നു, പോത്തിഫറിന്റെ ഭാര്യ പറയുന്നതനുസരിച്ച് നിന്നിരുന്നെങ്കിൽ. എങ്കിലും അവൻ കർത്താവ് പറഞ്ഞ വഴിയെ നടക്കുകയാണ്, കർത്താവ് കാണിച്ചു കൊടുത്ത വഴിയെ നടക്കുകയാ. അവസാനം എന്താ ഉണ്ടായത്? അവസാന ഫലം എന്തായിരുന്നു? 41-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 38-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗം എന്താ കർത്താവിന്റെ ആ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്? ഫറവോ സേവകന്മാരോട് പറഞ്ഞു. ഫറവോ, അതായത് ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരി ഫറവോ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ജോസഫിന്റെ തീരുമാനങ്ങൾക്കൊടുവിൽ അവൻ എത്തിയത് എവിടെയാ? ഫറവോയിൽ നിന്ന് അപ്രിസിയേഷൻ ലഭിക്കുകയാ. കർത്താവിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ വേറൊരുവനെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഫറവോ ചോദിക്കുകയാ. അതിന്റെ ഫലമായി 41-ാം തിരുവാക്യത്തിൽ ജോസഫ് അവസാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഫറവോ തുടർന്നു, ഇതാ, ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ശരിയായ തെരഞ്ഞെടുപ്പെടുത്ത ജോസഫ് ആ ഈജിപ്ത് ദേശത്തിന്റെ മുഴുവൻ അധിപനായി നിയമിതനാവുകയാ. അവൻ ആദ്യം ആ പോത്തിഫറിന്റെ ഭാര്യയുടെ കൂടെ തെറ്റായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ അവന്റെ അവസാനം എന്താകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് പ്രിയമുള്ളവരെ ചിന്തിച്ചത്.
ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ തീരുമാനം അവരെ എവിടെ എത്തിച്ചു എന്ന് നമ്മൾ കണ്ടു. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റായ തീരുമാനം, തെറ്റായ തെരഞ്ഞെടുപ്പ് അവന്റെ ജീവിതത്തിലേക്ക് വിപത്തുകളെ കൊണ്ടുവന്നതായി നമ്മൾ കണ്ടു. ഇപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ അവന്റെ തെരഞ്ഞെടുപ്പ് കർത്താവിനോട് ചേർന്ന് അവൻ എടുത്തപ്പോൾ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാ. മാനുഷികമായി ചിന്തിക്കാൻ പോലും സാധിക്കാത്തിടത്തേക്ക് അവൻ എത്തപ്പെടുകയാ. കർത്താവ് അവനെ ഉയർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു വരാം. 30-ാം അധ്യായം 15-ാം തിരുവാക്യം. ഇതാ ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇത് അനുദിനം കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ചോയ്സാണ്. ജീവനും മരണവും, നന്മയും തിന്മയും. നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണകൾ നൽകുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് ജീവനെ, നന്മയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. മാനുഷികമായി നമ്മുടെ ചായ്വ് എപ്പോഴും വിശാലമായ വാതിലിലൂടെ പോകാനായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ പത്രോസ്ലീഹായിലൂടെ കർത്താവ് നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ അതായത് തെറ്റുപറ്റിപ്പോയവരുടെ, പാപികളുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പത്രോസ്ലീഹ നമുക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. തെറ്റുപറ്റിപ്പോയവരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങൾ, അവർ സ്വന്തം തീരുമാനമനുസരിച്ച് കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കുകയാണ്. പത്രോസ്ലീഹായിലൂടെ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, അവരുടെ തെറ്റിനെ അനുകരിക്കാതെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനാ പറയുന്നേ. കർത്താവ് നമ്മോട് പറഞ്ഞു, എപ്പോഴും തിരഞ്ഞെടുക്കാനായി നമുക്ക് പ്രേരണ ലഭിക്കുക വിശാലമായ വഴിയാണ്. എന്നാൽ ഇടുങ്ങിയ വാതിലിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുക എന്ന് കർത്താവ് പറയുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്നെടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നയിപ്പ്, നടത്തിപ്പ് എങ്ങോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കുവാനായി ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് നയിക്കുന്ന വഴിയെ മുന്നോട്ട് പോകുവാനുള്ള കർത്താവേ വലിയ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. അങ്ങയുടെ വഴിയെ നടക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേടിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ ചുവടുകൾ അനുഗമിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവെ വഴി തിരിഞ്ഞു വരുവാനായിട്ടുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച്
അങ്ങ് നടത്തുന്ന വഴിയെ, തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാതെ അങ്ങ് നടത്തുന്ന വഴിയെ മുന്നോട്ട് പോകുവാനുള്ള ആ ദൈവകൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോത്തിൻ്റെ പെൺമക്കളിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ആ മുന്നറിയിപ്പുകളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിത യാത്രയിൽ അത് വലിയ പാഠങ്ങളായി നമുക്ക് തീരട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.